ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് സി പ്രോഗ്രാമിങ്ങിനെ കുറിച്ചും C++ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇതിനിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടാണ് അത് വന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡാറ്റ സ്ട്രക്ചർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് ചോദിച്ചാല്, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ്, അതിനെയാണ് ഇത് പറയുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ അറേഞ്ച് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സിനെയാണ് എന്ത് പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ കുറെ മെത്തേഡ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഡാറ്റ സ്ട്രക്ചർ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ പറയുന്നത് പ്രിമിറ്റീവ്, സെക്കൻഡ് വൺ നോൺ പ്രിമിറ്റീവ്. ഓക്കെ, പ്രിമിറ്റീവ് ആൻഡ് നോൺ പ്രിമിറ്റീവ്. പ്രിമിറ്റീവ് പറഞ്ഞത് നമുക്കറിയാം, നമ്മൾ സി പറഞ്ഞ സമയത്ത് പറഞ്ഞാണ്. കുറെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അതൊക്കെ ഏതൊക്കെയാണ്? ഇന്റ്, ഫ്ലോട്ട്, ലോങ്, ഡബിള് അല്ലെ. അതെല്ലാം ഏതിലാണ് വരുന്നത്? പ്രിമിറ്റീവിലാണ് വരുന്നത്. ഇന്റ്, ഫ്ലോട്ട്, ലോങ്, ഡബിൾ, ക്യാരക്ടർ, ഇതൊക്കെ ഏതാണ്? പ്രിമിറ്റീവ് ആണ്. അതേസമയം നോൺ പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിനെ എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ഓക്കെ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ഇതിൽ ലീനിയർ പറഞ്ഞ എന്താണ്? ലീനിയർ മീൻസ് എന്താണ്? 1/1 ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? ലീനിയർ പറയുന്നത്. ഓക്കെ, അതിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ അറേസ് ആണ്. അറേസ് ഉണ്ട്, പിന്നെ സ്റ്റാക്ക് ഉണ്ട്, ക്യൂ ഉണ്ട്, പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റ്, അറേസ്, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, ഇത്രയാണ് ഇതിൽ വരുന്നത്, ലീനിയറിൽ വരുന്നത്. അതേസമയം നോൺ ലീനിയർ പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വരും? ട്രീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ ഗ്രാഫ് എന്ന് പറയുന്ന അനദർ കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഗ്രാഫ്, ട്രീ ആൻഡ് ഗ്രാഫ്, അതാണ് എന്ത് പറയുന്നത്? നോൺ ലീനിയറിൽ വരുന്നത്. അപ്പൊ ഇത്രയും ഓപ്പറേഷൻസ് ആണ് ഇത്രയും കൺസെപ്റ്റ് ആണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിനകത്ത് കവർ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് കുറെ ഓപ്പറേഷൻസ് വരും. ഇതിലെല്ലാത്തിലും കോമൺ ആണ് ഇത്രയും ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതിലെല്ലാത്തിലും കോമൺ ആണ്. അത് വരുന്നെന്ന് പറഞ്ഞാല് ഫസ്റ്റ് വൺ വരുന്നത് ഏതാണ്? ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് ട്രാവേഴ്സിംഗ് ആണ്. സെക്കൻഡ് വൺ വരുന്നത് സെർച്ചിങ്, പിന്നെ വരുന്നത് ഇൻസർട്ടിങ്, പിന്നെ വരുന്നത് ഫോർത്ത് വൺ ഡിലീറ്റിംഗ്, ഫിഫ്ത് വൺ വരുന്നത് സോർട്ട്, സിക്സ് വൺ പറയുന്നത് മെർജ്. ഓക്കെ, ഇത്രയും ഓപ്പറേഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ആദ്യം ട്രാവേഴ്സിംഗ് പറഞ്ഞ എന്താണ്? ട്രാവേഴ്സൽ പറഞ്ഞ എന്താണ്? മൂവ് ചെയ്യുക അല്ലെ. മൂവ് ചെയ്യുക, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ മൂവ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ കറണ്ട് പൊസിഷൻ മുതൽ ലാസ്റ്റ് വരെ മൂവ് ചെയ്യുക, അതിനാണ് എന്ത് പറയുന്നത്? ട്രാവേഴ്സിംഗ് പറയുന്നത്. അടുത്ത സെർച്ചിങ് പറഞ്ഞ എന്താണ്? സെർച്ച് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ഡാറ്റ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സെർച്ചിങ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇതില് സി പറഞ്ഞ സമയത്ത് അതിനകത്ത് അറേസിനകത്ത് സെർച്ചിങ് പഠിച്ചു അല്ലെ. അതുപോലെ സെയിം തന്നെയാണ് ഇവിടെയും സെർച്ചിങ് വരുന്നത്. പിന്നെ വരുന്നത് ഇൻസേർട്ടിംഗ് ആണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ, എൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാനൊക്കെ എന്ത് യൂസ് ചെയ്യാം? ഇൻസേർട്ടിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഡിലീറ്റിംഗ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ, അത് മിഡിലാവാം, എൻഡിലാവാം, ഫസ്റ്റിലാവാം, എവിടെ വേണോ നമുക്ക് ഡിലീഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് സോർട്ട് ആണ്. സോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന ഡാറ്റ മുഴുവൻ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാം. അപ്പൊ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഡാറ്റ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? മെർജ് ആണ്. മെർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ വണ്ണിനെ കമ്പൈൻ ചെയ്യാം. ഇപ്പൊ 2 അറേ ആണെങ്കിൽ ആ 2 അറേ കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ 2 ലിങ്ക്ഡ് ലിസ്റ്റിനെ കമ്പൈൻ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, മെർജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ് ആണ് നമുക്ക് ഇതിനകത്ത് ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ മറന്നു പോകാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്, കമന്റ് ചെയ്യാനും മറന്നു പോരുത്. കാരണം എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഒക്കെ നമുക്ക് ഇടാനുള്ള ഒരു പ്രചോദനം നമുക്ക് ഉണ്ടാകും. നമുക്ക് അറിയുന്ന കൺസെപ്റ്റ്, ലോജിക്ക്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നമുക്ക് സാധിക്കും. ഓക്കെ, നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.